ഫ്ലവേഴ്സും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യം ചേർന്ന് നടത്തിയ മെഗാ സ്കോളർഷിപ്പ് എക്സാമിന്റെ സെക്കൻഡ് റാങ്ക് ഹോൾഡർ ഡെനീറ്റ ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. സോ ഡെനീറ്റ, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിനെ കുറിച്ച് ആദ്യം അറിഞ്ഞത്? അപ്പോൾ ഫ്ലവേഴ്സ് TV മറ്റേ 24 ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ സൈഡിൽ കൂടെ പോയപ്പോഴത്തേന് പെട്ടെന്നൊരു ഫ്ലാഷ് മെഗാ സ്കോളർഷിപ്പ് എക്സാം. അപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ച് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തു. ഇങ്ങനെ രജിസ്റ്റർ ചെയ്തു, എക്സാം എഴുതി. ഇപ്പോൾ ഇതാ ഓൾ കേരള സെക്കൻഡ് റാങ്ക് ആണ് നേടിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു? സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം. കാരണം അവിടെ 5000-ഓളം ആൾക്കാർ എഴുതിയിട്ട് ഞാൻ വിചാരിച്ചു. എന്നിട്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ടോപ്പ് 100-ലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, ടോപ്പ് 100-ലൊരാൾ. അപ്പോൾ ഇനി കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ പിന്നെ എന്നോട് ടോപ്പ് 5-ലുണ്ടെന്ന്. അപ്പോൾ ഞാൻ 4 out of 5. എന്നിട്ട് പിന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് സെക്കൻഡ് റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു. സെക്കൻഡ് റാങ്ക് ആണ് കിട്ടിയിരിക്കുന്നത്. പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? കുത്തിയിരുന്ന് പഠിക്കുന്ന ടൈപ്പ് ആണോ അതോ സ്മാർട്ട് ലേണിംഗ് ആണോ? സ്മാർട്ട് ലേണിംഗ് ആണ്. അപ്പം ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഫ്യൂച്ചർ ഞാനിപ്പോൾ SSC കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. അപ്പം SSC പെർസ്യൂ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് CA ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. യു ഗോട്ട് എ സ്കോളർഷിപ്പ് അല്ലേ? Alright, so uncle, Denita എക്സാം എഴുതി കഴിഞ്ഞ സമയത്ത് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? റാങ്ക് അടിക്കുമെന്ന് വിചാരിച്ചായിരുന്നോ? അല്ല, പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് റാങ്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. പഠിക്കുന്നുള്ളത് കൊണ്ട് റാങ്ക് ഉണ്ട്, റാങ്ക് ആണെന്നുള്ളതല്ല. ഓക്കെ, ശരിക്കും നമുക്ക് 5000-ൽ പരം കുട്ടികൾ ഉണ്ടായിരുന്നു ഈ ഒരു എക്സാം എഴുതാനായിട്ട്. അതിൽ നിന്നാണ് സെക്കൻഡ് റാങ്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ സാറിന് എന്താ തോന്നുന്നത്? ഇല്ല, അത് വളരെ സന്തോഷം തോന്നുന്നു. അപ്പൊ ചെറുപ്പം തൊട്ടേ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണോ? ഇതിനു വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നോ? അല്ല, ഇപ്പൊ തന്നെ BComന് യൂണിവേഴ്സിറ്റി 4th റാങ്ക് ഉള്ളതാണ്. അപ്പൊ നല്ല പഠിപ്പിച്ച കുട്ടിയാണ്. അപ്പം ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എങ്ങനെയാണ്? CA തന്നെയാണോ? ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CA ആണോ അതോ CMA ആണോ എടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.